ശ്രീ എം ലിജു, ഇപ്പോൾ പല കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇന്നലെ ഈ തിരുവനന്തപുരത്തേക്ക് നവകേരള സദസ്സ് കടന്നല്ലോ. ആ ഘട്ടത്തിൽ കരുതൽ തടങ്കലിൽ എടുത്ത നിങ്ങളുടെ കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ കടന്നാക്രമിക്കുന്നു ഡിവൈഎഫ്ഐക്കാർ. ആ കാര്യം ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് പോലീസ് നോക്കിക്കോളുമെന്നാണ്. അപ്പോൾ ഡിവൈഎഫ്ഐക്കാർ ചെയ്തതോ? അതൊരു രാഷ്ട്രീയ ചോദ്യമാണല്ലോ, അതിനോട് മുഖ്യമന്ത്രി മറുപടി പറയണമല്ലോ. അതും ഒരു വനിതാ മാധ്യമ പ്രവർത്തകയുടെ ചോദ്യമായിരുന്നു. എന്തോ ഒരു അസഹിഷ്ണുതയോടെയുള്ള മൗനമായിരുന്നു അത്. അപ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹം കാണുന്നില്ല, ചില കാര്യങ്ങൾ പോലീസ് നോക്കട്ടെ എന്ന് പറയും, ചില കാര്യങ്ങൾ മിണ്ടില്ല. ഇപ്പോൾ 3 വനിതാ മാധ്യമ പ്രവർത്തകരുടെ കാര്യമാണ് നമ്മുടെ മുന്നിൽ പെട്ടെന്ന് പറയാൻ കഴിയുന്നത്. കാരശ്ശേരി മാഷ് ചൂണ്ടിക്കാട്ടിയ അഖില, വിനീത വി ജി, ഇന്നത് ചൂണ്ടിക്കാട്ടിയ ഒരു വനിതാ മാധ്യമ പ്രവർത്തക. ഇതിലൊരു പാറ്റേൺ ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട് വേണു. ആ പാറ്റേൺ എന്നത് സ്റ്റാലിൻ്റെയും ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും പാറ്റേൺ ആണ്. അത് ഫാസിസത്തിൻ്റെ പാറ്റേൺ ആണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല, അത് അധികാരത്തിൻ്റെ ഭ്രാന്താണ്. ഞാൻ ചിത്തഭ്രമം എന്നുള്ള ഭ്രാന്തല്ല ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന് അധികാരത്തിൻ്റെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇദ്ദേഹം കരുതുന്നത് ഇവിടെ ഒരു ജനാധിപത്യം എന്നത് നിലവിലില്ല. അദ്ദേഹം എന്നത് കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയാണ്. ഇവിടെ മാധ്യമ പ്രവർത്തനം വേണ്ട, ഇവിടെ പ്രതിപക്ഷ പ്രവർത്തനം വേണ്ട, ഞാൻ പറയുന്നത് മാത്രം നടന്നാൽ മതി എന്ന ഒരു ചിന്താ പദ്ധതി അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഉത്തര കൊറിയയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൊട്ടിഘോഷിക്കപ്പെടുമായിരുന്നു. ഇതൊരു ജനാധിപത്യ സംവിധാനമായതുകൊണ്ട് തീർച്ചയായും എതിർക്കപ്പെടുന്നു. ഇപ്പം നമുക്കിവിടെ വേണു പറഞ്ഞ ഓരോ പാറ്റേൺ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇവർക്കെതിരെ, ഇവരുടെ പ്രസ്ഥാനത്തിനെതിരെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നു. നേരത്തെ ഇവിടെ കാരശ്ശേരി മാഷി പറഞ്ഞതുപോലെ അഖില നന്ദകുമാർ ആർഷോയുടെ പരീക്ഷ എഴുതാതെ ജയിച്ച ആർഷോയെക്കുറിച്ചുള്ള വാർത്ത അഖില നന്ദകുമാർ റിപ്പോർട്ട് ചെയ്തു. അവരെ കേസിൽ പ്രതിയാക്കി. അവർക്ക് ജാമ്യം നിഷേധിക്കാൻ ശ്രമം നടന്നു. അതുപോലെ ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്ന സാഹചര്യം. ഇവിടെ ഇപ്പോൾ വിനീതയാണ്. ഒരു മാധ്യമ പ്രവർത്തക പ്രതിഷേധത്തെ സംബന്ധിക്കുന്ന പ്രതിഷേധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ ഫോൺ ചെയ്യുകയും അവർ തിരിച്ച് ഫോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിലെ സ്വാഭാവികമായ കാര്യമാണ്. ഇപ്പോൾ ഇന്ന് നാളെ കോൺഗ്രസിൻ്റെ DGP ഓഫീസ് മാർച്ച് നടക്കുന്നു തിരുവനന്തപുരത്ത്. മാധ്യമപ്രവർത്തകർ എത്ര പേർ, ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ വിളിക്കുന്നുണ്ട്, നാളത്തെ മാർച്ചിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അല്ല, ഇതൊന്നും നിരോധിത സംഘടനയല്ലല്ലോ. പിന്നെ മാത്രമല്ല, ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടിയ സംഭവം ഉണ്ടല്ലോ. തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ഇന്നലെ SFI പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ച ദൃശ്യം 24-ന് മാത്രമാണ്. SFIയും 24-ഉം കൂടെ ഗൂഢാലോചന നടത്തിയിട്ടാണോ? വേണു, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾക്കൊരു പത്രപ്രവർത്തക യൂണിയൻ ഇല്ലേ ഈ സംസ്ഥാനത്ത്? ഈ പത്രപ്രവർത്തക യൂണിയൻ ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പറയുന്നവരല്ലേ? നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ പാസ്സാക്കപ്പെടുമ്പോൾ മാധ്യമ മാരണ നിയമം എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്ന മാധ്യമ പ്രവർത്തനത്തിൻ്റെ ചരിത്രം നമ്മുടെ നാട്ടിലില്ലേ? നിങ്ങളുടെ ഒരു മാധ്യമ പ്രവർത്തകനെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കുന്ന വാർത്ത കണ്ടതല്ലേ? ഒരു ഫോട്ടോഗ്രാഫറെ, ഒരു പ്രതിഷേധത്തിൻ്റെ കുറിപ്പെങ്കിലും കാണുന്നു. അപ്പോൾ മാധ്യമ പ്രവർത്തനം പോലും അടിമക്കൂട്ടങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമായി നമ്മുടെ സംസ്ഥാനത്ത് തരം താണിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങളുടെ പത്രപ്രവർത്തക യൂണിയന് പോലും പ്രതിഷേധിക്കാനുള്ള ധൈര്യമില്ലാതായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട പിണറായിയുടെ അടിമകൾ എല്ലാ സംവിധാനങ്ങളെയും കീഴടക്കുന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ, ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമരങ്ങളുടെ ഒരു പാറ്റേൺ എന്താ? നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഒരു പാറ്റേൺ പറഞ്ഞു. ഈ സമര ദൃശ്യങ്ങളിലെല്ലാം കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് പിടിച്ചു നിർത്തുന്നു. പുറകെ വരുന്ന DYFIയുടെ ഗുണ്ടകൾ കല്ലുകൊണ്ടും മറ്റും ഇടിച്ച് ഭീകരമായി പരിക്കേൽപ്പിക്കുന്നു. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്നത്. ഇന്നിപ്പോൾ കാണുന്ന ദൃശ്യം ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാലിലൂടെ പോലീസിന്റെ വാഹനം, എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് DYFI പ്രവർത്തകരുടെ ആക്രമണത്തിനിടയിൽ അയാൾ ഈ മുഖ്യമന്ത്രിയുടെ എസ്കോട്ട് വാഹനത്തിന്റെ വാതിൽ കൊണ്ട് തട്ടി താഴെയിട്ട് കാലിലൂടെ കയറിപ്പോയി. SP ഫോർട്ട് ആശുപത്രിയിൽ ആ ചെറുപ്പക്കാരന്റെ കാൽപ്പത്തി കൂട്ടിച്ചേർക്കാനുള്ള ശസ്ത്രക്രിയ നടക്കുകയാണ്. അപ്പം ഈ മനുഷ്യന്, ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യന് ഭ്രാന്തായി. ഇയാൾ നാട്ടുകാരെ മുഴുവൻ കൊല്ലാനിറങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തെ മുഴുവൻ അടിച്ചു തകർക്കണം തീരുമാനിക്കുന്നു. ഇദ്ദേഹത്തിന് മാധ്യമ പ്രവർത്തനം വേണ്ട. ഞാൻ മറ്റൊരു രാഷ്ട്രീയ ജനോട് പറയാൻ ആഗ്രഹിക്കുകയാണ് വേണു, ഇദ്ദേഹത്തിൻ്റെ, ഈ പിണറായിയുടെ, നിങ്ങളതിനെ ഗൗരവതരമായി കാണണം. നമ്മുടെ ദേശീയ തലത്തിൽ ഇന്ത്യ എന്ന് പറയുന്നൊരു മുന്നണിയുണ്ട്. ഇതിൽ CPMന്റെ ദേശീയ നേതൃത്വം ശ്രീ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ആളുകൾ ആ കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇത് ഇഷ്ടപ്പെടുന്ന ആളല്ല ശ്രീ പിണറായി വിജയൻ. ഇവിടെ മനഃപൂർവ്വം ആസൂത്രിതമായി കേരളത്തിലാകമാനം കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച് ഇതൊരു ദേശീയ വിഷയമാക്കി ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ച് നിൽക്കുന്ന CPM ദേശീയ നേതൃത്വം ഒരു CPM കോൺഗ്രസ് ക്ലാഷാക്കി മാറ്റി
മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി അക്രമം വ്യാപിപ്പിച്ച് കോൺഗ്രസ്സുകാരെ പട്ടിയെ പോലെ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നത് കണ്ട് പ്രതിഷേധിക്കുന്ന ഡൽഹി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ CPM-നെതിരെ ഉള്ള പ്രതികരണം ഉണ്ടാക്കിയാൽ അതിൻ്റെ പേരിൽ ഇതിൽ നിന്ന് മാറ്റി നിർത്താമോ എന്ന BJP അജണ്ട പോലും ഇതിലുണ്ടോ എന്ന് സംശയിക്കണം. ഇന്നിപ്പോൾ നവകേരള സദസ് എന്ന് പറയുന്ന ഈ പിണറായിയുടെ ഗുണ്ടാ സദസ് കടന്നു പോകുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്നവർ യുവമോർച്ച പ്രവർത്തകരെ ആക്രമിക്കുന്നുണ്ടോ? നിങ്ങൾ ഗൗരവതരമായി കാണേണ്ട കാര്യം. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ 24 ന്യൂസിൻ്റെ സ്റ്റുഡിയോയിലോട്ട് വന്നപ്പോൾ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ തന്നെ പറഞ്ഞു, ഈ പിണറായിയുടെ ഗുണ്ടാ ബസ് പോകുന്നിടത്തല്ല യുവമോർച്ചക്കാർ കരിങ്കൊടി കാണിക്കുന്നിടത്ത് ഈ കൊട്ടേഷൻ സംഘം പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അവരെ ആക്രമിക്കാനുള്ള ഭയം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എത്രയോ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഇവരുടെ ആഗ്രഹം കോൺഗ്രസ് CPM സംഘടനമാണ്. പിണറായി വിജയന് ലാവലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടണം, പിണറായി വിജയന് ലൈഫ് കേസിൽ നിന്ന് രക്ഷപ്പെടണം, പിണറായി വിജയനെ സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോൾ അതിന് അദ്ദേഹം BJP-യുടെ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും കൊട്ടേഷൻ എടുത്തിരിക്കുന്നു എന്ന് ഞാൻ സംശയിക്കുകയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിനെതിരെ നടക്കുന്ന ഈ ആക്രമം. അതുകൊണ്ടാണ് ഇവർക്കെതിരെയുള്ള മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന മോഡി അമിത്ഷാ ശൈലി ഇവർ കടമെടുത്തിരിക്കുന്നത്. ഗൗരവതരമായി അന്വേഷിക്കൊണ്ടൊരു വിഷയമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ലാവ്ലിൻ കേസ് പ്രതി വളരെ ആസൂത്രിതമായി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും ജയിലിൽ കിടക്കുന്ന ശിവശങ്കരന്റെ മുതലാളിയായ സംശയിക്കപ്പെടുന്ന സ്വപ്ന സുരേഷിന്റെ 164 സ്റ്റേറ്റ്മെന്റുകളിൽ കുറ്റം ആരോപിക്കപ്പെടുന്ന ഇദ്ദേഹം കേസിൽ നിന്ന് രക്ഷപ്പെടാനും ദേശീയ തലത്തിൽ തന്നെ BJP-ക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ വേണ്ടിയാണോ കോൺഗ്രസിനെതിരെ അഴിച്ചുവിടുന്ന ഈ ഗുണ്ടായുസം എന്നാണ്? അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പറയൂ? ശരി, മനുഷ്യനെ പൂച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലിക്കൊല്ലുമ്പോൾ അത് ജീവരക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഭ്രാന്താണ്, അധികാരത്തിന്റെ ഭ്രാന്ത്. ഈ മനുഷ്യൻ, ഈ സമചിത്തത തെറ്റിയിരിക്കുന്ന ഈ മനുഷ്യനെ ഈ സ്ഥാനത്ത് വെച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും കേരളം അനുഭവിക്കേണ്ടി വരും.